ഞാനൊരു ഡയറ്റും ഫോളോ ചെയ്യണില്ല, പക്ഷേ ഇതാണ് എൻ്റെ ബോഡി. എങ്ങനെയാണെന്നല്ലേ? ഐ ഷോ യു ഹൗ. ഗെറ്റിംഗ് ഇൻ ഷേപ്പ് അതുപോലെ സ്റ്റേയിങ് ഇൻ ഷേപ്പ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി സിമ്പിൾ. നിങ്ങളൊരു ഫിറ്റ്നസ് എക്സ്പേർട്ടോ ഒരു ബോഡി ബിൽഡർ ആവേണ്ട ആവശ്യമില്ല. എങ്ങനെ ലീൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ആവുന്ന, നിങ്ങളെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ബോഡി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് അറിയാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി തരാം. എങ്ങനെ നിങ്ങളെ ഫുഡ് സാക്രിഫൈസ് ചെയ്യാതെ, സോഷ്യൽ ഇവൻറ്റ്സ് സാക്രിഫൈസ് ചെയ്യാതെ, ലൈഫ് സ്റ്റൈൽ സാക്രിഫൈസ് ചെയ്യാതെ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഫോർ യുവർ ഇൻഫർമേഷൻ, ഇതൊരിക്കലും ജിം ബ്രോസിന് വേണ്ടിയിട്ട് എങ്ങനെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻക്രീസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സയൻസ് ബാക്ക്ഡ് വീഡിയോ അല്ല. പകരം ഓൺലൈനിൽ ഒരുപാട് BS അഡ്വൈസുകളൊക്കെ കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഓവർവെൽംഡ് ആയിട്ട് നിൽക്കുന്ന, എങ്ങനെ ഫിറ്റ്നസ് ജേർണി കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫിറ്റ്നസിൻ്റെ കേസിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിറ്റ്നസിൻ്റെ 3 കോർ പില്ലേഴ്സുകളാണ്. അതിലൊന്ന് ട്രെയിനിങ്, രണ്ടാമത്തേത് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ്, മൂന്നാമത്തേത് സ്ലീപ്പ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനാലജി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ഫിറ്റ്നസിൻ്റെ മൊത്തം ഈ ഒരു കോർ 3 പില്ലേഴ്സിനെ നമുക്കൊരു കേക്ക് ആയിക്കാണ്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ മെയിൻ ബ്രെഡ് ഉണ്ടല്ലോ, അതാണല്ലോ കേക്കിനെ കേക്കാക്കുന്ന മെയിൻ സാധനം. ആ ബ്രെഡാണ് ട്രെയിനിങ്. അതിന് മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോസ്റ്റിംഗ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് നമ്മളെ സ്ലീപ്പും അതുപോലെ ന്യൂട്രീഷനും. പിന്നെ ആ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടി വെക്കുന്ന ചെറി ഓൺ ടോപ്പ് അല്ലെങ്കിൽ നമ്മൾ സ്പ്രിങ്കിൾസ് ഒക്കെ ഇടുമല്ലോ പല കളറിലൊക്കെ ഉള്ളത്, അതാണ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ആ ഒരു അനാലജിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, കേക്കിനെ മെയിനായിട്ട് കേക്കാക്കുന്ന സാധനമാണ് ട്രെയിനിങ്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയാം. ട്രെയിനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങളെ ഗോൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യണത്, അല്ലെങ്കിൽ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്താണ് നിങ്ങളെ ഗോൾ എന്നുള്ളത്. പിന്നെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹെൽത്തിലും അതുപോലെ ആസ്തറ്റിക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ സ്പ്രിൻറ്റിങ് ചെയ്യും, ഈവനിങ് ജിമ്മിക്കും പോകും. അന്ന് ഞാൻ അത്ലറ്റിക് പെർഫോമൻസിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ ജിം ആൻഡ് ലിഫ്റ്റ് വെയ്റ്റ്സ്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് വേണ്ട മസിൽ പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രപ്പോർഷനിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 times എ വീക്ക്. ഇപ്പോൾ ബോയ്സിൻ്റെ കേസിലാണ് അല്ലെങ്കിൽ മെന്നിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഷോൾഡേഴ്സ്, വൈഡ് ഷോൾഡേഴ്സ്, അതുപോലെ അപ്പർ ചെസ്റ്റ്, അതുപോലെ ബാക്ക്, അതുപോലെ ട്രൈസെപ്സ്, ബൈസെപ്സ്, ഇങ്ങനത്തെ ആ ഒരു ടൈപ്പർ ഫിസിക്കായിരിക്കും ബിൽഡ് ചെയ്യാൻ അവർക്ക് ലുക്കിൻ്റെ കേസിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും ഒപ്റ്റിമം. അതുപോലെ ലേഡീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗേൾസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹവർ ഗ്ലാസ് ഷേപ്പിൽ അത്യാവശ്യം ഫാറ്റൊക്കെ കുറച്ച് നല്ല ലീനായിട്ട് ടോൺഡ് ആയിട്ടുള്ള ഒരു ഹവർ ഗ്ലാസ് ഷേപ്പിലുള്ള ബോഡി ബിൽഡ് ചെയ്യാനായിരിക്കും. വാട്ട് എവർ യുവർ കൺസെപ്റ്റ് ഓഫ് ഫിറ്റീസ്, എന്താണോ നിങ്ങളെ ഗോള് അതിനനുസരിച്ച്. ഒരിക്കലും ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിക്ക് പോകുക എന്നുള്ളത് ഒരു ചീത്ത സംഭവം അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഗോളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളെ ഗോള് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റണ്ണിങ്ങോ അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, എന്തെങ്കിലും ടൈപ്പ് മൂവ്മെൻറ്റ്, സ്വിമ്മിങ്ങോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുകയും അല്ലെങ്കിൽ ജോഗിങ്ങോ ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ to 1 മണിക്കൂറൊക്കെ ഉള്ള വർക്കൗട്ട് ചെയ്തുവാണെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെയും അതേപോലെ കാർഡിയോൻ്റെ ഒരു മിക്സ് ആയിക്കാണ്ട് ചെയ്യാൻ പറ്റും. അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസം ജിമ്മിക്ക് പോവുക, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. അവിടെ ഏകദേശം എല്ലാ മസിൽസും വീക്ക്ലി ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എന്ത് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാനോ സ്വിമ്മിങ്ങിനോ അല്ലെങ്കിൽ ജോഗിങ്ങിനോ റണ്ണിങ്ങിനോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇനി അതേസമയം നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സിൽ അതായത് 100 മീറ്റർ 200 മീറ്ററിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റയർ വർക്കൗട്ട് റൂട്ടീനേ മാറി. നമ്മൾ നോർമലി ജിമ്മിൽ പോകാൻ മസിൽ ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർട്രഫിക് ആണ് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 to 12 റെപ്പറ്റീഷനിൽ ഓരോ എക്സസൈസും ഒരു 3-4 സെറ്റുകളായിട്ട് കാര്യം ചെയ്യേണ്ടതാണ്. പക്ഷേ അതേസമയം അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോസീവ്നെസ്സിലേക്ക് കാര്യം ഫോക്കസ് ചെയ്യേണ്ടതാണ്. സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 100 മീറ്റർ റേസിൽ അല്ലെങ്കിൽ 200 മീറ്റർ റേസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പോലെ ഒരു ഗണ്ണ് ഫയർ ചെയ്യുമല്ലോ, അപ്പോഴാണല്ലോ സ്റ്റാർട്ട്. അപ്പോൾ ആ ഗണ്ണ് ഫയർ ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ്സിലല്ല, മില്ലി സെക്കൻഡ്സിൽ ആ ഫയർ ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ടിനനുസരിച്ചായിരിക്കും ഓല എത്രത്തോളം ഫിനിഷ് ചെയ്യണം എന്നുള്ള ആ ഒരു ടൈം. ഇപ്പോൾ 100 മീറ്ററിൻ്റെയൊക്കെ ടൈം എന്ന് പറയുന്നത് ഉസൈൻ ബോൾട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് 9 സെക്കൻഡ്സ് ആണല്ലോ. അപ്പോൾ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ ആ 100 മീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അതിൽ മില്ലി സെക്കൻഡ്സ് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓല മൈൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓലെ ബ്രെയിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആ ന്യൂറോൺസ് ഫയർ ചെയ്യണം, എന്നാലും ഓൽക്ക് ആ മസിൽസ് അപ്പം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ഫാസ്റ്റിൽ. അപ്പോൾ ഈ സംഭവമാണ് എക്സ്പ്ലോസീവ്നെസ് അതുപോലെ റിയാക്ഷൻ ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്ലറ്റിക് പെർഫോമൻസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാ ബോഡി ബിൽഡിങ്ങിന് ചെയ്യുന്ന പോലെ 10 to 12 റെപ്പിന് പകരം ചിലപ്പോൾ 3-4 റെപ്പുകൾ ഉണ്ടാവുള്ളൂ. ഒക്കെ ഭയങ്കര ഫാസ്റ്റിൽ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണോ നിങ്ങളെ ഗോള് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളെ ട്രെയിനിങ് പ്ലാൻ നിങ്ങൾ സെറ്റാക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ റൂട്ടീന് പറഞ്ഞുതരാം. ഏകദേശം
ഈ ഒരു ഫിറ്റ്നസിൻ്റെ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും ലുക്കിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും ഒക്കെ ഒരു ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലുള്ള. നിങ്ങൾ തിങ്കളാഴ്ച ജിമ്മുക്ക് പോവുക, തിങ്കളാഴ്ച പോയാണ്ട് എന്ത് ചെയ്യുക, പുഷ് വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് തരിക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് അപ്പർ ബോഡി ലോവർ ബോഡി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട്സ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ മസിൽ പാർട്ട് വെച്ചാണ്ട് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. തിങ്കളാഴ്ച നിങ്ങൾ ജിമ്മിൽ പോയിട്ട് പുഷ് വർക്കൗട്ട് ചെയ്യണത്. പുഷ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കൺട്രാക്റ്റ് ആവുന്ന മസിൽസുകളുടെ വർക്കൗട്ട്, ഷോൾഡർ, ചെസ്റ്റ്, ട്രൈസെപ്സ്. പിന്നീട് ചൊവ്വാഴ്ച നിങ്ങൾ ഓടാൻ പോകുന്നു, അപ്പോൾ കാർഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ബുധനാഴ്ച നിങ്ങൾ ജിമ്മുക്ക് പോകുന്നു, അവിടെ നിങ്ങൾ പുൾ വർക്കൗട്ട് ചെയ്യുന്നു. പുൾ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുൾ ചെയ്യുമ്പോൾ കൺട്രാക്റ്റ് ആവുന്ന മസിൽസ് വെച്ചുകൊണ്ടുള്ള വർക്കൗട്ട്, അതായത് ബൈസെപ്സും ബാക്കും ഫോറാംസൊക്കെ വന്നുണ്ട്. പിന്നീട് നിങ്ങൾ വ്യാഴാഴ്ച ജിമ്മിലേക്ക് പോകുന്നു, എന്നിട്ട് നിങ്ങൾ ആബ്സ് ചെയ്യുന്നു. ആബ്സ് വരുമ്പോൾ പെട്ടെന്ന് കഴിയും, വലിയ അത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല നമ്മളെ പുഷിൻ്റെ പുള്ളിൻ്റെ അത്ര. എന്നിട്ട് പിന്നീട് നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ടർഫിലേക്ക് പോകുന്നു നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലെഗ് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമ്മളെ പുഷ്, പുള്ള്, ലെഗ്, ആബ്സ് കവർ ചെയ്യുമ്പോൾ ഏകദേശം ഫുൾ ബോഡി കവറായി. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഇപ്പോൾ കാർഡിയോ ചെയ്തു. ഒന്നൊരു സ്ലോ കാർഡിയോയും ചെയ്തു, അതായത് റണ്ണിങ്ങിന് നമ്മൾ ചൊവ്വാഴ്ച റണ്ണിങ്ങിന് പോയി. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോയി, അത് കാർഡിയോ ആണ്, അതേപോലെ തന്നെ അത്യാവശ്യം ഇൻറ്റൻസിറ്റി ഉള്ളതുമാണ്. പിന്നീട് നമ്മൾ ഞായറാഴ്ച നമുക്ക് റെസ്റ്റ് ഡേ ആണെങ്കിൽ ഫുള്ള് റെസ്റ്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കുളത്ത് ചാടാൻ പോവേ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവലിംഗ് ആയിട്ടോ വേറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വാക്കിംഗ് ആയിട്ടോ, ആ രീതിയിൽ റിക്കവറി, ഇൻറ്റൻസിറ്റി ഇല്ലാത്ത റിക്കവറി ടൈപ്പ് ലൈറ്റ് ആക്ടിവിറ്റി ആയിക്കാണ് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാം ലുക്കിൻ്റെ ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസ്തറ്റിക്സിൻ്റെ ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ജിമ്മുക്ക് പോയി. അതുപോലെ ഹെൽത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ദിവസവും വർക്കൗട്ടും ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2 കാർഡിയോ വന്നു. അപ്പോൾ ഒന്നാമത്തെ പില്ലർ കംപ്ലീറ്റ് ആയി, ട്രെയിനിങ്. ഇനി രണ്ടാമത്തെ പില്ലറാണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ്. ട്രെയിനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണത്, നമ്മളെ ബോഡി നമ്മൾ ഭയങ്കര രീതിയിൽ യൂസ് ചെയ്താണ്ട് ടയർ ചെയ്യാണ് നമ്മളെ മസിൽസും കാര്യങ്ങളൊക്കെ. ഇനി ആ മസിൽസ് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആക്ച്വലി നമ്മൾ ഇഞ്ചറി ഉണ്ടാക്കുകയാണ്. ഇനി അത് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് വേണം, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മര്യാദക്ക് ഫുഡ് കൊടുക്കണം. ആ ഫുഡാണ് നമ്മൾ ഈ ന്യൂട്രീഷനോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി ഭയങ്കര രീതിയിൽ ഹാർഡായിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, മസിൽസൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് പിറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ വേദനയൊക്കെ വരുന്ന രീതിയിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ മര്യാദക്ക് ഫുഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ശരിയാണ്, വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, മസിൽ ബ്രേക്ക് ഡൗണും നമ്മളെ മസിലിൽ നിന്ന് എനർജി ഒക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ബോഡി യൂസ് ചെയ്യും ആ ഒരു ഡെഫിസിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുഡിൻ്റെ കേസിൽ, ന്യൂട്രീഷൻ്റെ കേസിൽ ഭയങ്കര രീതിയിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. 80-20 റൂൾ ഫോളോ ചെയ്താൽ മതി. അതായത് നമ്മൾ മറ്റേ ഇൻപുട്ട് 20% ഇൻപുട്ട് 80% ഔട്ട്പുട്ടിലേക്ക് നയിക്കുന്ന ആ 80-20 അല്ല, ഒരു 80% നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ആൻഡ് ഹോൾ ഫുഡുകൾ കഴിക്കുക. ഒരു 20% നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് വിടുക നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ന്യൂട്രീഷൻ്റെ കേസിൽ ഞാൻ മാക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് ഇവിടെ പറയണുള്ളൂ. മെയിനായിട്ട് 3 കാര്യങ്ങളുള്ളത്: പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ ഫാറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരിക്കലും ജിമ്മുക്ക് പോകണം അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സാധനം എന്നല്ല. എല്ലാവരുടെ ബോഡീൻ്റെയും ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മളെ മസിൽസിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഹോർമോൺസിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ലോഞ്ചിറ്റിവിറ്റിക്കാണെങ്കിലും ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ പീറ്റർ അറ്റിയൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഔട്ട്ലിവ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ മുമ്പ് പറയുന്നുണ്ട്, നമ്മളെ മസിൽ മാസ് നമ്മൾ ജിമ്മിലൊക്കെ പോയി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കുറേ കാലം പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോഞ്ചിറ്റിവിറ്റിനെ, അതായത് നമുക്ക് കുറേ കാലം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രായം കൂടുമ്പോൾ വയസ്സാകുമ്പോഴൊക്കെ ആൾക്കാരെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നത്, ഓരോ മസിൽസിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയാണ്. ഓൾക്ക് ഓരോ സാധനങ്ങൾ എടുക്കാനും അതുപോലെ വെക്കാനും എന്നുള്ളൊരു ക്യാപ്പബിലിറ്റി, ആ ഒരു ശേഷി നഷ്ടപ്പെടുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ അതേസമയം നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് എപ്പോഴും നമ്മളെ മസിൽസ് യൂസ് ചെയ്യുകയാണല്ലോ, അവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണല്ലോ. നമ്മളെ ബോഡി എന്താണോ യൂസ് ചെയ്യാത്തത് അതെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പതുക്കെ അങ്ങനെ കളയും. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യണോണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കുറേ കാലം നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഞ്ചിറ്റിവിറ്റിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ കേസിൽ ഒരിക്കലും പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രോട്ടീന് മെയിനായിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എഗ്ഗ്, ബീഫ്, ചിക്കന്, ഫിഷ്, അതുപോലെ വേറെ എന്തെങ്കിലും മീറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ. അനിമൽ ബേസ്ഡ് പ്രോട്ടീനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അനിമൽ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ നോൺ വെജ് ഐറ്റംസ് നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും വർക്ക് ചെയ്യും. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിലൊക്കെ, അതായത് വെജ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, ഇപ്പോൾ നമ്മൾ പറയണ്ടാവും ചെറുപയർ കഴിക്കാൻ അല്ലെങ്കിൽ കടല കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറയണ്ടാവും. അപ്പോൾ അതിനുള്ള പ്രോട്ടീനൊക്കെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യാത്ത കേസൊന്നുമില്ല, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല സംഭവങ്ങളും മിസ്സിങ് ആയിക്കരം. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറുപയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മേ ബി ഒരു 100 ഗ്രാമിൽ ഒരു 20-25 ഗ്രാമൊക്കെ പ്രോട്ടീൻ കിട്ടും വിചാരിക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല, 20 ആ ഒരു റേഞ്ചിലാണ് ആവറേജിൽ പറയല്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ കിട്ടും വിചാരിക്കാം. പക്ഷേ അതിൽ വേറെ പല അമിനോ ആസിഡ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ഇപ്പോൾ ഏകദേശം ഒരു 10 സാധനം നമുക്ക് വേണം വിചാരിച്ചോ, മസിൽ ബിൽഡ് ചെയ്യാൻ 10 അമിനോ ആസിഡ്സ് വേണമെന്ന് വിചാരിച്ചോ. ഇതിൽ ചിലപ്പോൾ ഒരു 2-3 ഉണ്ടാവുള്ളൂ.
അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സാധനം കടല കഴിക്കേണ്ടി വരും. അതിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സാധനം സോയാബീൻ കഴിക്കേണ്ടി വരും. അതേപോലെ കുറേ സംഭവങ്ങളാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ആ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ കിട്ടുന്നുണ്ടാവുള്ളൂ പ്ലാന്റ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേസമയം ആനിമൽ ബേസിൽ ഇപ്പോൾ മുട്ട മാത്രം എടുക്കണം വിചാരിച്ചോ, എഗ്ഗ് മാത്രം എടുക്കണം വിചാരിച്ചോ, മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഏകദേശം 95% സാധനങ്ങളും ആ ഒറ്റ ഫുഡിൽ തന്നെ ഉണ്ടാവും. അതാണ് ആനിമൽ ബേസ്ഡ് ഫുഡിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പോൾ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ കാർബോഹൈഡ്രേറ്റ്സിനെ ഭയങ്കര രീതിയിൽ ചീത്ത രീതിയിൽ പറയുന്നുണ്ടാവും, കാർണിവോർ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയുന്നുണ്ടാവും കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് എനർജി വേണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വേണം നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്യാൻ എന്നുള്ളത്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും വർക്ക് ചെയ്യും. അതായത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ബോഡിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഫാറ്റിൽ നിന്ന് എനർജി എടുക്കും. അപ്പോൾ കീറ്റോസിസ് നടക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, കാലറി ഡെഫിസിറ്റിൽ കുറച്ചുകൂടി ഫാറ്റ് ലോസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ബോഡി എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന് എനർജി എടുക്കുകയും ചെയ്യും. സോ ഫിറ്റ്നസ് അഡ്വൈസിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഏകദേശം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയായിക്കാരം. പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞാലും അതൊക്കെ വർക്ക് ചെയ്യണ സംഭവിക്കാരം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കേസിൽ നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഒംനിവോഴ്സ് ആണ്. ഒംനിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീറ്റും കഴിക്കും, നോൺ വെജ് ഐറ്റംസും കഴിക്കും, അതുപോലെ പ്ലാന്റ് ബേസ്ഡ് സാധനങ്ങളും കഴിക്കുന്നുണ്ട്. പക്ഷേ പാലിയോ ഡയറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവല്യൂഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ചായ്വ് എങ്ങോട്ട് അറിയോ, മീറ്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആനിമൽ ബേസ്ഡ് ഫുഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ആനിമൽ ബേസ്ഡ് അല്ലെങ്കിൽ മീറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും പ്ലാന്റിൽ നിന്ന് കിട്ടില്ല, പക്ഷേ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും മീറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒംനിവോഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും കുറച്ച് മീറ്റും കുറേ പ്ലാന്റ്സും കഴിക്കുന്ന രീതിയിലല്ല, പകരം പ്ലാന്റ്സിൻ്റെ ഫുഡ് നമ്മൾ കഴിക്കും, പക്ഷെ നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ മെജോറിറ്റി നമ്മുടെ ചായ്വ് മീറ്റിൻ്റെ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസിൻ്റെ മേളിലേക്കാണ്. ഇപ്പോൾ കാർബിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. റിഫൈൻഡ് ആയിട്ടുള്ള നമ്മൾ അഡിക്റ്റഡ് ആക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബുകൾ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ നോർമലി നമ്മളെ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധാ ചോറ്, വൈറ്റ് റൈസ്, അതുപോലെ റൂട്ടുകൾ ഏതൊക്കെ, പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ. അതുപോലെ വീറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ വീറ്റ് പല ആൾക്കാർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട്. വീറ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മറ്റു സാധനങ്ങളാണെന്നുണ്ടെങ്കിലും. പിന്നെ നല്ല കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഹണി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഡയറി, നമ്മളെ പാലും പാൽ ഐറ്റംസും. ഷുഗറി ആയിട്ടുള്ള റിഫൈൻഡ് പ്രോസസ്ഡ് കാർബുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാർബുകൾക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കുക. ഷുഗറി അല്ലെങ്കിൽ റിഫൈൻഡ് കാർബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പരസ്യത്തിലൊക്കെ കണ്ടുണ്ടാവും, രാവിലെ കെലോഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജി, ഭയങ്കര ഫോക്കസ് എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. കെലോഗ്സ്, ഓട്സ്, അതുപോലെ മറ്റ് സിറിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പാക്കഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര സുഖകരം. പക്ഷേ ഇതിലൊക്കെ കുറേ സംഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും, കേടുവരാതൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കലും പേര് വായിച്ചാൽ കിട്ടാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ന്യൂട്രീഷൻ വാല്യൂവിൽ നോക്കുന്നതിൻ്റെ പകരം ആ പാക്കറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നോക്കി നമുക്ക് മനസ്സിലാവുക. അതിന് പകരം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കേസ്. ഇനി അടുത്ത മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോന്യൂട്രിയൻറ്റ് ഫാറ്റ്സ്. ഫാറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചീത്ത സംഭവമല്ല. പല ആൾക്കാരൊക്കെ ഒന്ന് കേട്ടിക്കണം, നമ്മളിപ്പോൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫാറ്റൊക്കെ ഒഴിവാക്കി കഴിക്കണം. ആ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആർട്ടറിയൊക്കെ ബ്ലോക്ക് ആക്കും, നമുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഹേർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത്. ഫാറ്റ് എന്ന് പറയുന്നത്, ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആണെങ്കിലും ഈസ്ട്രോജൻ്റെ ആണെങ്കിലും മറ്റു ഹോർമോൺസിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിന് ഭയങ്കര അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ബ്രെയിന് ത്രൈവ് ചെയ്യണമെങ്കിൽ അറിയോ, ഫാറ്റ് മേലാണ്. സോ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ്ലി നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കി തരുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ആർട്ടറി ബ്ലോക്ക് ചെയ്യണമല്ല. പകരം അതെങ്ങനെ വെച്ചാൽ പതിവും അങ്ങനെ പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് തടി അനങ്ങാത്ത ആൾക്കാരേക്കാരം, അല്ലെങ്കിൽ ഓല് കണ്ടത് തടി അനങ്ങാത്ത ആൾക്കാർക്ക് അങ്ങനെ അസുഖം വരുന്നേക്കാരം. നമ്മളിപ്പോൾ ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിൽ, ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ഫിസിക്കലി വല്ലാതെ പണിയെടുക്കാത്ത എപ്പോഴും സിസ്റ്റത്തിന് മുമ്പിൽ കമ്പ്യൂട്ടർ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇറച്ചി തിന്നാലും ചോറ് തിന്നാലും ഒക്കെ കണക്കാണ്, ഹേർട്ട് അറ്റാക്കും ഇങ്ങനത്തെ ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെ വെറുതെ നോൺ വെജ് സാധനങ്ങൾ അല്ലെങ്കിൽ റെഡ് മീറ്റിനൊക്കെ ബ്ലെയിം ചെയ്യണതിൽ അർത്ഥമല്ല, ഫാറ്റിനെ ബ്ലെയിം ചെയ്യണതിൽ. ഫാറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറയണില്ല, ചോറ് കഴിക്കണ പോലെ ഒന്നായിട്ട് ബട്ടറും ഗീയും ഓയിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു മൃഗത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹണ്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പോത്തിനെ അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനൊക്കെ ഹണ്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചോ, ഇപ്പോൾ നമ്മൾ പോട്ടെ സിംഹ ഹണ്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചോ, ലയണ്. അപ്പോൾ ഓല് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കഴിക്കാൻ പോകുന്ന ഭാഗം ഏതായാലും വയറിൻ്റെ ഭാഗമാണ്. ഓർഗൻസും ഫാറ്റും ഒക്കെ നല്ല ഭാഗം. കാരണം അതിന് ഇഷ്ടം പോലെ ന്യൂട്രിയൻസും കാലറി ഡെൻസ് ആയിട്ടുള്ള സാധനമാണ് ഓൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു ബീഫൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ബീഫിൻ്റെ പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആനിമലിനെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രപ്പോർഷൻ ഉണ്ടാവുമല്ലോ, ഇത്ര മീറ്റ് ഉണ്ടാവും, ഇത്ര ഫാറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും ഫാറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. ചോറ് ഇങ്ങനെ പോലെ ഒന്നായിട്ട് വാരി വലിച്ച് കഴിക്കേണ്ടെന്നുള്ളൂ. മെയിനായിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാറ്റുകൾ പറയുന്നത് കോക്കനട്ട് ഓയിൽ, ഗീ, നെയ്യ്, അതുപോലെ ബട്ടർ, അതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ നമ്മളെ ഫുഡിൽ നിന്ന് കിട്ടുന്ന മറ്റു ഫിഷിൽ നിന്നും ബീഫിൽ നിന്നും അതുപോലെ ചിക്കനൊക്കെ കുറവാണ് കിട്ടുന്ന ആ ഫാറ്റുകളും.
ഇനി അടുത്ത എലമെൻറ്റ്സ് ആണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. സപ്ലിമെൻറ്റ്സ് നെസസറി ആണെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ സെക്കൻഡ് ഹാഫിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയി ചോദിക്കുന്നത് എത്ര നേരം വർക്കൗട്ട് ചെയ്യണം, എപ്പോൾ വർക്കൗട്ട് ചെയ്യണം, എത്ര പ്രോട്ടീൻ വേണമെന്നൊക്കെയുള്ള ആ ഒരു ആൻസർ തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടാക്കി തരികയാണ് ഫിറ്റ്നസിനെ കുറിച്ച്. സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് പറഞ്ഞു ട്രെയിനിങ് പറയുന്നത് കേക്കാണ്, അതുപോലെ തന്നെ സ്ലീപ്പും ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്രീമാണ്, ഫ്രോസ്റ്റിംഗ് ആണ്. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള വെക്കുന്ന നമ്മൾ ചെറി ഡെക്കറേഷൻ വെക്കുന്ന ആ ചെറിയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ചെറി വെക്കാതെ തന്നെ ആ കേക്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ ഒരു സ്ലൈറ്റ് എന്താ പറയുക, ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എന്താണ് ആ ഒരു ഡെക്കറേഷൻ വെക്കുക എന്നുള്ളത്, ആ കേക്കിന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര ഉള്ള സപ്ലിമെൻറ്റ്സ് വരുന്നത് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത സംഭവങ്ങൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, അത്ര ഉദ്ദേശിക്കണുള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ബിഗിന്നറായി നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ജിമ്മിലേക്ക് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രിയാറ്റിൻ നമ്മളെ ബ്രെയിനും അതുപോലെ ബോഡിക്കും, പിന്നെ വേ പ്രോട്ടീൻ, പിന്നെ മൾട്ടി വൈറ്റമിൻ, അതുപോലെ ഫിഷ് ഓയിൽ, അതുപോലെ കൊളാജൻ നമ്മളെ സ്കിന്നിനൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഈ മീറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ഒരു എന്താ പറയുക ഉള്ളിലൊരു വിയേർഡായി തോന്നുന്നുണ്ടാവും. അതായത് നമ്മൾ അധികം ഭയങ്കര രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള അപ്പവും ചോറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് ശീലിച്ചുകൊണ്ട് ഇത്രയും മീറ്റൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ആക്ച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചവർക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഇവല്യൂഷനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഒരു അന്തമുള്ളവർക്ക് അറിയുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർ പണ്ട് നമുക്ക് നമ്മളെ ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും എന്താ പറയുക നമ്മൾ ഹണ്ട് ചെയ്താണ്ട് മീറ്റും കാര്യങ്ങളൊക്കെ തന്നെയും. പിന്നീട് നമ്മൾ അഗ്രികൾച്ചർ റെവല്യൂഷൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രെയിൻസിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ സ്റ്റോറീസ് ഉണ്ട്. അതായത് നമ്മളെ ജോസും നമ്മൾ ഹണ്ടർ ഗ്യാദർ ആയിരുന്ന സമയത്ത് നമ്മളെ ടീത്ത് എന്നൊക്കെ പറയുന്നത് ഒരു കേടുകളോ അങ്ങനെ സംഭവങ്ങളോ ക്യാവിറ്റീസോ ഒന്നും ഇല്ലാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ അഗ്രികൾച്ചർ ഉണ്ടാക്കാൻ തുടങ്ങി, നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമുക്ക് ഹണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഹണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫുഡ് കിട്ടണമെന്നില്ല, എപ്പോഴും നമുക്ക് അനിമൽസിനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് പല ദിവസം പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചും കൂടി സേഫാണ്, നമുക്ക് എപ്പോഴും എന്തുണ്ടാവും അവിടെ സാധനം ഫുഡ് കഴിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ട്രേഡിങ് നടത്താൻ പറ്റും, അതുപോലെ ബാർട്ടർ സിസ്റ്റം വരും, അതുപോലെ നമ്മൾ കീഴിൽ ആൾക്കാരെ പണിയെടുപ്പിക്കാൻ പറ്റും. ഇങ്ങനെ പല സംഭവങ്ങൾ കൃഷിയായിട്ട് റിലേറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രെയിൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് പല്ലുകളിൽ ക്യാവിറ്റീസും അതുപോലെ നമ്മളെ ജോസിൻ്റെ സൈസ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങിയതും ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആനിമൽ ബേസ്ഡ് ഡയറ്റ് ഹൈ ഇൻ ന്യൂട്രിയൻസും ഹൈ ഇൻ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അവിടെ നമ്മൾ എന്തിലേക്ക് വന്നു, നല്ല വോളിയമുള്ള നല്ല കാലറീസ് ഉള്ള പക്ഷേ ന്യൂട്രിയൻസ് കുറവായിട്ടുള്ള ഗ്രെയിൻസിലേക്ക് വന്നതാണ് നമ്മൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സാണ് നിങ്ങൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ നിങ്ങൾ അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു 1.6 to 1.7 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് നിങ്ങൾ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം, അതായത് നിങ്ങളൊരു 60 കിലോനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 100 തൊട്ട് 120 ഗ്രാം വരെയൊക്കെ പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ വലിയ രീതിയിൽ കാലറീസിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എക്സ്ട്രീംലി ഓയിലൊക്കെ ഫ്രൈ ചെയ്താണ്ട് ഭയങ്കര രീതിയിൽ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡല്ല നമ്മളൊരു നോർമൽ രീതിയിലാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കാലറി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ബോഡി ലിസൺ ചെയ്താൽ മതി, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വരെ നമുക്ക് കഴിക്കാം. ഇനി മൂന്നാമത്തെ കോർ പില്ലറിനെ കുറിച്ച് സംസാരിക്കാം, സ്ലീപ്പ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി കണ്ട് നമ്മളെ മസിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടിയർ ചെയ്യുന്നു, ട്രെയിനിങ്. അത് കഴിഞ്ഞാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രീഷൻ കൊടുത്താണ്ട് നമ്മൾ ആ സാധനം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നു. ഇനി ഈ ബിൽഡിങ് എവിടെ നടക്കുകയെന്നറിയോ, ഈ റിപ്പയറിങ് അത് സ്ലീപ്പിലാണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ പെർഫോമൻസ് എൻഹാൻസർ ആണ്. നമ്മളെ ബോഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ബ്രെയിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നല്ല സ്ലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുള്ളത് മെയിനായിട്ട്. QQRT: ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റെഗുലാരിറ്റി, ടൈമിങ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതൊരു ആവറേജ് അഡൽട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഡോസേജ്, സ്ലീപ്പിൻ്റെ ഡോസേജ് പറയുന്നത് ഒരു 7 to 9 hours ആണ് നോർമലി. അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് 6 മതിയാവും, ചില ആൾക്കാർക്ക് 8 വേണ്ടി വരും, ചില ആൾക്കാർക്ക് 9 വേണ്ടി വരും. പക്ഷെ എന്നാലും ആവറേജ് ഏകദേശം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 7 to 9 ഉള്ളിൽ പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ ടൈം ഇൻ ബെഡ് എന്ന് പറയുന്നത് ഒരിക്കലും ടൈം ഓഫ് സ്ലീപ്പ് ആയിക്കാണ് കൺസിഡർ ചെയ്യരുത്. നമ്മളിപ്പോൾ ബെഡിൽ ഒരു 9 മണിക്കൂർ കടന്നാലും നമുക്ക് ചിലപ്പോൾ സ്ലീപ്പ് ഒരു 8 മണിക്കൂർ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഇടയ്ക്ക് തിരിയും മറിയും, ഇടയ്ക്ക് എണീക്കും, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലീപ്പ് ഏകദേശം ഒരു 80% കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴൊരു നിങ്ങളൊരു 7.5 hours ബെഡിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 6.5 to 7 hour ഒക്കെ സ്ലീപ്പ് കിട്ടുന്നുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്ലീപ്പ് നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ടെസ്റ്റോസ്ട്രോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ഡ്രോപ്പ് ആവും, നമ്മളെ ഫോക്കസിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ പഠിക്കുന്ന ടൈമിൽ 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങിയാണ് പോകുമ്പോൾ സ്ലീപ്പ് ഡിപ്രൈവഡ് ആയിക്കാണ്ട് ക്ലാസ്സിൽ പോകുന്ന സ്റ്റുഡൻസ് ഏകദേശം മറ്റോലെങ്കാട്ടും 40% പെർഫോമൻസ് കുറവായി കയറും, നല്ല ഉറക്കം കിട്ടി വരുന്ന പോലെ സംബന്ധിച്ച്. ഇപ്പോൾ ബ്രെയിനാണെന്നുണ്ടെങ്കിലും ബോഡിക്കാണെങ്കിലും സ്ലീപ്പ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റിനെ അത് നെഗറ്റീവ്ലി നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ റിക്കവറി. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയാണ്ട് മസിലൊക്കെ ടിയർ ചെയ്ത് അതിനുള്ള ഫുഡ് കൊടുത്താണ് നമ്മൾ മര്യാദക്ക് ഉറക്കം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, റിക്കവറി മര്യാദക്ക് നടക്കില്ല. അതിൽ രണ്ടാമത്താണ് ക്വാളിറ്റി.
ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് വിചാരിച്ചോ, 8 മണിക്കൂർ ബെഡിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് നമുക്ക് എന്തില്ല, നല്ലൊരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ല, നമുക്ക് ഇപ്പോഴും തലവേദന അല്ലെങ്കിൽ ഒരു ഗ്രോഗിനെസ്സും സ്ലീപ്പ് കിട്ടാതെ ചെയ്യലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്വാണ്ടിറ്റി റെഡിയാക്കി പക്ഷേ ക്വാളിറ്റി റെഡിയാക്കിയില്ല എന്നാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ബ്ലൂ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, റിലാക്സിങ് ആയിട്ടുള്ള സംഭവം എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒരു നൈറ്റ് റൂട്ടീനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഹെവി മീലുകൾ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ നേരെ ഫുഡ് കഴിച്ചാണ് ഉറങ്ങാൻ പോകുന്നൊരു സ്വഭാവം ഉണ്ടാവും, അത് ഒഴിവാക്കുക. ഏകദേശം ഒരു 2 മണിക്കൂർ ടു അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് ലാസ്റ്റ് ഫുഡ് കഴിക്കുക. അതുപോലെ ഉറങ്ങണതിൻ്റെ ക്ലോസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക, കാരണം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. അതുപോലെ മൂവീസ് കാണാതിരിക്കുക, അത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ റൂം ഡാർക്ക് ആൻഡ് കൂളാക്കാൻ നോക്കുക, മാക്സിമം കൂളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ AC ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജനവാതിലും സംഭവങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ്ട് നല്ല എയർ സർക്കുലേഷനൊക്കെ വന്നിട്ട് അങ്ങനെ കൂളാക്കാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു 11 മണി 10 മണിക്ക് ശേഷം തന്നെ എന്തെടുക്കരുത്, കോഫിയോ കഫേനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന് മുമ്പ് ലിമിറ്റ് ചെയ്യുക, അതിന് ശേഷം എടുക്കാതിരിക്കുക. പിന്നെ അതിലും മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെഗുലാരിറ്റി. ക്യൂ നമ്മൾ പറഞ്ഞു, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പറഞ്ഞു. മൂന്നാമത്താണ് റെഗുലാരിറ്റി. റെഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 8 മണിക്ക് ഉറങ്ങി, ഒരു ദിവസം 9 മണിക്ക് ഉറങ്ങി, ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങി, ഒരു ദിവസം 11 മണിക്ക് ഉറങ്ങി, ഇങ്ങനെ പല രീതിയിലേക്കാണ് പല ആൾക്കാർ ഉറക്കുണ്ടാവുക. അപ്പോൾ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കണുള്ളൂ, ഏകദേശം ഒരു 15 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല, ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക, അതേപോലെ എണീക്കുക. ഇപ്പോൾ നമ്മൾ രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10:15 ഉറങ്ങാം, അല്ലെങ്കിൽ ഒരു 9:45, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറിയാലും കുഴപ്പമില്ല. രാവിലെ എണീക്കുമ്പോൾ നമ്മളിപ്പോൾ 5 മണിക്കാണെന്നുണ്ടെങ്കിൽ 5:15, ഒരു 4:45 ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 15 മിനിറ്റ് മാറിയാലും കുഴപ്പമില്ല. പക്ഷേ ഏകദേശം ആ ഒരു ടൈം എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ദ ഡേ ത്രൂ ഔട്ട് ദ വീക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാരുണ്ടാവും ചിലപ്പോൾ വീക്കെൻഡിൽ കുറേ ഉറങ്ങാൻ വിചാരിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള ദിവസം സ്കൂളുള്ള ദിവസമാണ്, ഓഫീസുള്ള ദിവസമാണ്, അപ്പോൾ നേരത്തെ എണീറ്റ് പോകണം, വീക്കെൻഡിൽ കുറേ ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതൊരു പൊട്ടത്തരാണ്. എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ ചെയ്യുക, ഈവൻ വീക്കെൻഡിലാണെന്നുണ്ടെങ്കിലും. സ്ലീപ്പ് ഡിപ്രിവേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും കൂടുതൽ സ്ലീപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, വീക്കെൻഡിലേക്ക് വെക്കാതെ. ഇനി നാലാമത്താണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉറങ്ങാൻ പോകണം, നമ്മളെ ടൈമിംഗ് നമ്മളെങ്ങനെ നോക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഞാൻ പറയാം ഒരു മെജോറിറ്റി ആൾക്കാർ ടൈമിംഗ് വരിക രാത്രി 9 മണി തൊട്ടൊരു 11 അതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും. ഇപ്പോൾ ലേറ്റ് നൈറ്റിൽ ഉറങ്ങുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് ഹോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ബയോളജി എങ്ങനെയാണെന്നുണ്ടെങ്കിലും രാത്രി കുറച്ചും കൂടിയൊക്കെ ലേറ്റ് ആയിട്ടേ ഉറങ്ങുന്നുണ്ടാവുള്ളൂ, അല്ലാതെ 2 മണി 3 മണിക്കൊന്നും ഉറങ്ങണ എന്താ പറയുക ബയോളജിക്ക് അനുസരിച്ച് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ നമുക്കിപ്പോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ രാത്രി സിനിമ ഉണ്ടാണ്ടും സ്ക്രോൾ ചെയ്താണ്ടും അല്ലെങ്കിൽ ചാറ്റ് ചെയ്താണ്ടൊക്കെ പല ആൾക്കാരും ഒരു 2 മണിയോ 3 മണിയൊക്കെ ആവുണ്ടാവും ഉറങ്ങാൻ, നമ്മളിപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വെച്ചാണ്ട്. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബയോളജിക്ക് അനുസരിച്ച് നമ്മൾ ആക്ച്വലി ചിലപ്പോൾ ഉറങ്ങേണ്ടത് ശരിക്കും രാത്രി 11 മണിക്കോ 10 മണിക്കൊക്കെ കയറാം, നമ്മളെ നാച്ചുറൽ റിതം വെച്ചാണ് നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ അത്രയും സ്കിപ്പ് ചെയ്താണ്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളെ ഡീപ്പ് സ്ലീപ്പ് നടക്കുന്ന പാർട്ട്, അതായത് നമ്മളെ സ്ലോ വേവ് സ്ലീപ്പ് ഉണ്ട്, അത് നമ്മൾ ഉറങ്ങിയിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിലാണ് ആ സംഭവം മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്താണ്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് മേജറായിട്ട് കിട്ടുക റെം സ്ലീപ്പാണ് ഉണ്ടാവുക, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് നമുക്ക് വേണം, അത് ക്രിയേറ്റിവിറ്റിക്കും അതേപോലെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വരുത്താനും പ്രോബ്ലം സോൾവിങ്ങിനും അതിനൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. അതേസമയം നമ്മൾ പഠിച്ച സംഭവങ്ങൾ നമ്മളെ ലോങ് ടൈം മെമ്മറിക്കൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും വേണം, സ്ലോ വേവ് അല്ലെങ്കിൽ നോൺ റെം സ്ലീപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഏകദേശം നമ്മളെ ബയോളജിക്ക് അനുസരിച്ച് നമുക്ക് അറിയുണ്ടാവും, നമ്മൾ സാധാരണ ഒന്നും നമുക്ക് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലാണെങ്കിൽ നമുക്ക് ഉറക്കം വരുന്ന ടൈം നമ്മൾ രാവിലെ എണീക്കുന്ന ടൈം ഏകദേശം ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി തൊട്ട് ഒരു 11 മണിൻ്റെ ഇടയിലേക്ക് കയറാം അധികം ആൾക്കാർക്ക് ഉണ്ടാവാം. അതുപോലെ രാവിലെ എണീക്കുക ഒരു 5 മണി തൊട്ട് ഒരു 7 മണിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത്രയുള്ള സംഭവം QRT മര്യാദക്ക് ഒരു 7, 8, 9 മണിക്കൂർ ഉറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി നല്ല സ്ലീപ്പ്, നല്ല ക്വാളിറ്റി ഉള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. റെഗുലാരിറ്റി ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. അതുപോലെ ടൈമിങ് നോക്കുക, മിഡ് നൈറ്റിക്ക് ശേഷം അങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്താണ്ട് ഉറങ്ങാൻ നിൽക്കരുത്, അത് നമ്മളെ ഡീപ്പ് സ്ലീപ്പിനെ ബാധിക്കും. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിൻ്റെ ഒരു എനിമി അല്ല. അതായത് നമുക്ക് സ്ലീപ്പ് എന്ത് ചെയ്യുക, ഒരു 5 മണിക്കൂർ ഉറങ്ങാം, എന്നിട്ട് ബാക്കി 3 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് കിട്ടുമല്ലോ 8 മണിക്കൂർ ഉറങ്ങുന്നതിന് പകരം, എന്നിട്ട് അത് നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ, അല്ലാതെ നമ്മൾ അത് കൺസിസ്റ്റൻ്റായി ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സ്ലീപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിൻ്റെ ഫൗണ്ടേഷനാണ്, മൈൻഡിനാണെന്നുണ്ടെങ്കിലും ബോഡിക്കാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഏകദേശം ഫിറ്റ്നസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ. ഇനി ഞാൻ ഫ്രീക്വൻ്റ്ലി ആൾക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ പോലെ മൈൻഡിൽ വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാം. അതിലൊന്നാമത്താണ് എത്ര പ്രോട്ടീന് നമ്മളൊരു ദിവസം കഴിക്കണം എന്നുള്ളത്. അത് ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. 1.6 1.7 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് അപ് ടു 2 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ്. അത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബോഡി വെയ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 60 കിലോന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100 to 120 60 × 2 2 ഗ്രാം പെർ kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 × 2 ഒരു 120 ഗ്രാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ് ടു അതുവരെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. 1.7 ഒക്കെ കഴിഞ്ഞാൽ തന്നെ ആ ഒരു അതിന് വരുന്ന ബെനിഫിറ്റ് നമുക്കൊന്നിങ്ങനെ പ്ലാറ്റ്യൂ ആവും. ഇനി
ഡൗട്ട് ഉണ്ടാവും, ഫാസ്റ്റഡ് വർക്കൗട്ടാണോ അതോ ഫുഡ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യണമാണോ നല്ലത്? ഇപ്പോൾ പല ആൾക്കാരും രാവിലെ ജിമ്മിൽ പോകണമല്ലുണ്ടാവും, രാവിലെ നേരത്തെ എണീറ്റാണ്ട് ജിമ്മിൽ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അധികം ഫാസ്റ്റ് ഡേ കണ്ടേക്കാൻ വർക്കൗട്ട് ചെയ്യാം. ഫാസ്റ്റഡ് വർക്കൗട്ടിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഗോൾ എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ ഇൻറ്റൻസിറ്റിയിൽ നമ്മളെ ബോഡി പുഷ് ചെയ്യാനാണ്, നമുക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു പ്രീ വർക്കൗട്ട് എടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനാണ്. അതിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഫുഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിച്ചാൽ ഏകദേശം 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു അബ്സോർപ്ഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ അബ്സോർബ് ആവുണ്ടാവും. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പൊക്കെ ഒരു പ്രീ വർക്കൗട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് എൻഡ് ആകുമ്പോഴത്തേനൊക്കെ എന്തുണ്ടാവും, ആ ഒരു സംഭവത്തിൻ്റെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ആവുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ വർക്കൗട്ട് മീലിൽ നമ്മളെ വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു സംഭവം നമ്മുടെ ബോഡിക്ക് കിട്ടുമ്പോൾ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കുമല്ലോ. അങ്ങനെ ആൾക്കാർ പറയല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കണം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ള ഡൗട്ട് ഉണ്ടാവും, രാവിലെ വർക്കൗട്ട് ചെയ്യണോ അതോ ഈവനിങ് വർക്കൗട്ട് ചെയ്യണോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഭയങ്കര രീതിയിൽ ജിമ്മിൽ പുഷ് ചെയ്യണം, അതായത് മസിൽ ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ അല്ലെങ്കിൽ ഹെവി വർക്കൗട്ടുകൾ ചെയ്യണം, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹെവി സാധനങ്ങൾ ചെയ്യണം, കോമ്പൗണ്ട് ലിഫ്റ്റുകൾ ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് മെയിനായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ആ ഒരു എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് പോകാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഗോളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ അതേസമയം നമ്മളെ ബോഡിക്ക് ആക്ച്വലി ഏറ്റവും പെർഫോമൻസ് വരിക ഏകദേശം വൈകുന്നേരം 4 മണി തൊട്ട് 8 മണി വരെയാണ്, രാത്രി 8 മണീൻ്റെ ഉള്ളിലാണ് നോർമലി എല്ലാവരുടെ കേസിലും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റാണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ ആംഗിൾസും നമ്മളെ ജോയിൻസും നമ്മളെ മസിലും കാര്യങ്ങളൊക്കെ ഉറക്കം കഴിഞ്ഞ് വാമായിട്ടില്ല, സ്റ്റിഫാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നേരം വാമപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഏകദേശം നമ്മൾ 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ നമ്മൾ ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂർ നമ്മളെ ശരീരത്തേക്ക് ഫുഡൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. അത് റണ്ണിങ്ങിന് അല്ലെങ്കിൽ കാർഡിയോക്ക് അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക, ഒരു അത്യാവശ്യം ഒരു മീഡിയം ഇൻറ്റൻസിറ്റി വർക്കൗട്ടിനൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡിസിപ്ലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേസമയം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കിട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ, ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ബോഡി ഓൾറെഡി വാമായിട്ടുണ്ടാവും, നമ്മൾ അത്രയും ദിവസത്തിലൂടെ കടന്നു പോയതാണല്ലോ, വാമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ ചെയ്ത് അത്രയും വാമപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇഞ്ചറിൻ്റെ ചാൻസ് കുറയും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ലഞ്ചിൽ നിന്നൊക്കെ കിട്ടിയ എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിക്കാണ്ട് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഗോളിനനുസരിച്ച് ആ ടൈം സെലക്ട് ചെയ്യുക. ഒരു മീലിൽ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.6 to 1.7 ഗ്രാം പ്രോട്ടീൻ പെർ kg ആൾമോസ്റ്റ് ഒരു ദിവസത്തെ മൊത്തം മീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളൊരു 60 കിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 to 120 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മീലിൽ നിന്ന്, ഓരോ ഇൻഡിവിജ്വൽ മീലിൽ നിന്നുള്ള പ്രോട്ടീൻ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ചിലപ്പോൾ പല ആൾക്കാർ പറയുണ്ടാവും ഒരു മീലിൽ 30 ഗ്രാം അങ്ങനെ വേണമെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ സിംഗിൾ മീൽ കഴിക്കണോലൊക്കെ ഉണ്ട്, 1 മീൽ ഡേ കഴിക്കണോലൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളവരും നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യണോലുണ്ട്. ആ ഒറ്റ മീലിൽ തന്നെ ഫുള്ള് മീറ്റൊക്കെ കയറി കഴിക്കുന്നുണ്ടാവും, സ്റ്റീക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടുന്നുണ്ടാവും ഒറ്റ മീലിൽ നിന്ന്. എന്നാലും ഒരു ദിവസത്തെ ഓർക്ക് വേണ്ടുള്ള പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഒരു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഒരു മീലിൽ നിന്ന് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലൊരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 30 to 40 ഗ്രാം എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ഒരു ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഒരു 30-40 ഗ്രാം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഫില്ലാവുണ്ടാവും. ഇനി വേറൊരു ഡൗട്ടേ കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഫിറ്റ്നസ്സൊക്കെ ഇതൊക്കെ നോക്കിയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. ആരാ പറഞ്ഞത് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? നമ്മളെന്തായാലും ഡെയിലി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളാവൂലല്ലോ, ഞാൻ അസ്യൂം ചെയ്യാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഡെയിലി ഉച്ചക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണോലുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങളാണ് മെയിനായിട്ട് സാൾട്ട്, ഷുഗർ, ഫാറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനൊക്കെ വരുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു സാധനങ്ങൾ ഫാറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആനിമൽസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഹണിന്നോ ഫ്രൂട്ട്സ് എന്നോ കിട്ടുള്ളൂ. അതുപോലെ സാൾട്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, സോഡിയൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ റയറായി കണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോട്ടിവേഷൻ തരും. അപ്പോൾ അത് മാക്സിമം മുതലാക്കിയാണ്ടാണ് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ
ഫാസ്റ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ എഞ്ചിനീയർ ചെയ്യണത്. നമ്മൾ ആ ഒരു ബർഗറും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ സയൻറ്റിഫിക്കലി എഞ്ചിനീയർഡ് ആണ്. പുറത്ത് ഭയങ്കര രീതിയിലുള്ള ഒരു ക്രിസ്പിനെസ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉള്ളിൽ ഇത്രത്തോളം ക്രീമിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ രണ്ടിൻ്റെ കൂടി മിക്സറൊക്കെ വരുമ്പോൾ നമുക്ക് നിർത്താൻ വയ്ക്കില്ല, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് ഇപ്പോൾ സ്ഥിരം കഴിക്കുന്ന ആളോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതിന് പകരം കൂടുതൽ പ്രോട്ടീൻ ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ സാഷ്യേറ്റിംഗ് ആണ്. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോപ്പമിൻ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിക്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നിർത്തി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് വയറ് നിറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ കഴിച്ചിരിക്കണം എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ അതേസമയം പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി എന്ത് പറയും, നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള കിട്ടിയാൽ തന്നെ മതി എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ഈ ബർഗറൊക്കെ തിന്നുന്ന പോലെ, അതായത് എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ കഴിക്കുന്നതിന് പകരം ചിക്കനോ ബീഫൊക്കെ മാത്രം കഴിച്ചു നോക്കി. കുറച്ച് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നോർമലി ചോറിലേക്ക് കൂട്ടാനായി കഴിക്കണ പോലെയല്ല, അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുത്താണ്ട് ഒരു 1/2 കിലോനോ അല്ലെങ്കിൽ ഒരു 300-400 ഗ്രാമൊക്കെ ഒരുമിച്ച് കഴിച്ച് നോക്കി. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ ബോഡി പറയും മതി, ആ ഒരു ഇൻട്രസ്റ്റ് കഴിയും. വിശക്കുമ്പോൾ മാത്രമേ അതിന് ഇൻട്രസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ആ ഒരു സംഭവം അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ മീറ്റുള്ള സാധനങ്ങൾ, അതായത് അൽഫാം, ഷവായ, കബാബ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറ്റ് ജങ്കുകൾ കുറവായിട്ടുള്ള നല്ല ഹെൽത്തി ആണെന്ന് ഞാൻ പറയണില്ല. കാരണം ഓല് യൂസ് ചെയ്യുന്ന ഓയിലുകളാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന സോസുകളാണെന്നുണ്ടെങ്കിലും ഒന്നും ഹെൽത്തി ആവില്ല. പക്ഷേ ഈവെന്തോ അതിൽ കൂടുതൽ മീറ്റ് ആയിരിക്കും ഉണ്ടാവുക, ജങ്ക് കുറവായിരിക്കും കമ്പയർഡ് ടു പ്രോസസ്ഡ് കാർബുകൾ മിക്സ് ആയിട്ട് വരുന്ന സാധനങ്ങൾ. ഇപ്പം മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, ബർഗറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സീഡ് ഓയിൽസും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതലുണ്ടാവുക, മീറ്റ് കുറവായിരിക്കും. അതിന് പകരം നമ്മളിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ പുറത്തുനിന്നുള്ള ഫുഡ് വെച്ചാണ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കേസിൽ ഓല് 7-Upഉം പെപ്സി, നമ്മളൊപ്പമുള്ള ഓല് 7-Upഉം പെപ്സിയൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകരം എന്ത് ചെയ്യാൻ പറ്റും, നാരങ്ങ സോഡ, മോര് സോഡ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ സോഡ സർബത്ത്, ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ മിൻറ്റ് ലൈം, അല്ലെങ്കിൽ മിൻറ്റ് സോഡ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടിക്കാൻ പറ്റും. അതാകുമ്പോൾ കാർബണേറ്റഡ് വാട്ടർ ആയിരിക്കും, എന്നാലും നമ്മൾ ആ മറ്റിൽ സോഡയിൽ അല്ലെങ്കിൽ പെപ്സിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ കളേഴ്സുകളും പ്രിസർവേറ്റീവ്സും ഒരുപാട് ഷുഗറിൻ്റെ വേറെ കുറേ ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ വൈബിൽ നമുക്കത് അതിന് പകരം നമുക്ക് ഗ്രീക്ക് യോഗട്ട് കഴിക്കാൻ പറ്റും. ഗ്രീക്ക് യോഗട്ടും ഹണി മിക്സ് ആക്കി കഴിച്ചാൽ മതി. ചെറിയൊരു മധുരം ഉണ്ടാവും, ആ ഒരു ഐസ്ക്രീമിൻ്റെ വൈബും കിട്ടും, പക്ഷേ ഹെൽത്തി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു 80-85% വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, അത് കഴിക്കുന്നത് നല്ല രീതിയിൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹോൾ ഫുഡുകളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മന്ത്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി വൺസൊക്കെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 20% ഗ്യാപ്പ് ഒഴിച്ചു വിടാന്ന് പറഞ്ഞല്ലോ, 80-20 റൂള്. അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡീനെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി വേറെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാനും ഫാറ്റ് ലൂസ് ചെയ്യാനും ഒരേ സമയത്ത് പറ്റുമോ, ഒരേ സമയം ഫാറ്റ് ലൂസ് ചെയ്താണ് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്ച്വലി ആൻസർ ഈസ് യെസ്, പറ്റും. പക്ഷേ അവിടെ നിന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളൊരു 10%, ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ കാലറി, നമ്മളെ മെയിൻ്റനൻസ് കാലറിനെക്കാട്ടും കുറച്ചും കൂടി സർപ്ലസിൽ നമ്മൾ കഴിക്കേണ്ടി വരും. എന്താ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാലറി, മെയിൻ്റനൻസ് കാലറി അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി കണ്ട് അടിച്ചാൽ മതി, കാലറി കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. നിങ്ങളെ ബോഡി മാസ് ഇൻഡെക്സിനൊക്കെ അനുസരിച്ച്, ഹൈറ്റിനും വെയിറ്റിനൊക്കെ അനുസരിച്ച് കാലറി ഏകദേശം ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് കാലറി കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മളൊരു 2500 കാലറിയൊക്കെയാണ് നമുക്ക് മെയിൻ്റനൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% പറഞ്ഞാൽ ഒരു 250 കാലറി ആണല്ലോ. അപ്പോൾ 2500 പ്ലസ് ഒരു 250 അല്ലെങ്കിൽ ഒരു 300 കാലറി പറയുമ്പോൾ 2800 കാലറിയൊക്കെ വന്നു. ഒരു 300 കാലറി നമ്മൾ എക്സ്ട്രാ കഴിച്ചു, സർപ്ലസ്. അത് കഴിക്കുന്നു. അതും മെയിനായിട്ട് ചെയ്യുന്ന കഴിക്കുന്നത് പ്രോട്ടീൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ 2 ഗ്രാം പ്രോട്ടീൻ ഏകദേശം 2 ഗ്രാമൊക്കെ കഴിക്കണം അത്യാവശ്യം. ഈ മസിൽ ബിൽഡ് ചെയ്യും വേണം, ഫാറ്റ് ലൂസ് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മളെ ബോഡി ഈ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അവിടെ. പ്രോട്ടീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെക്കാട്ടും കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും. പക്ഷേ പ്രോട്ടീനിൽ നിന്നാണ് കൂടുതൽ എനർജി വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രോട്ടീൻ ദഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ 2 സംഭവങ്ങൾ അവിടെ നടക്കും. നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും, പതുക്കെ സ്ലോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഫാറ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ലൂസ് ചെയ്യാനും പറ്റും. പക്ഷേ ഒരിക്കലും എന്ത് എക്സ്പെക്റ്റ് ചെയ്യരുത്, എല്ലാ ദിവസവും ഓടാൻ പോയിക്കാണ്ട് അല്ലെങ്കിൽ കാർഡിയോ ചെയ്താണ്ട് സ്കിപ്പിംഗ് റോപ്പ് ചെയ്താണ്ടോ സൈക്ലിംഗ് ചെയ്താണ്ടോ ഒരുപാട് മസിൽ ഉണ്ടാക്കുക വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ രീതിയിൽ ഫാറ്റ് ലൂസ് ചെയ്യണം, അതുപോലെ മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് തന്നെ വേണം ജിമ്മിൽ പോയിക്കാണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും എല്ലാവരും ഇങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ എന്തായിരിക്കും, ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് വല്ല രീതിയിൽ ഭയങ്കര നിങ്ങൾ പുഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ആഴ്ചയിൽ 3 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ സുഖമാണെന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ആഴ്ചയിൽ 6 ദിവസമോ അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യണമെങ്കിലോ ആയിരിക്കും എന്തുണ്ടാവുക, ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യണമെങ്കാട്ടും കൂടുതൽ നമ്മളതിൽ സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ആഴ്ചയിൽ 3 ദിവസം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഏകദേശം 4 ദിവസം റെസ്റ്റാണ്.
അപ്പോൾ 4 ദിവസം റെസ്റ്റ് വരുമ്പോൾ നമ്മൾ പിന്നെ പിറ്റേ ദിവസം പോകാതെക്കുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ദിവസം റെസ്റ്റ് എടുത്തു, അപ്പോൾ നമുക്കൊരു മടി വന്നു, പിറ്റേ ദിവസം പോകാതെക്കുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം നമ്മൾ ഡെയിലി ജിമ്മിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ രാവിലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെച്ച ആളാണെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ടൈം ആകുമ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റൻ്റ് ആവാനുള്ള ആ ഒരു സംഭവം, ആ ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഈസിനെസ് കുറച്ചുകൂടി കൂടും, ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഫാമിലി ഇവൻറ്റുകൾ, കല്യാണം അല്ലെങ്കിൽ സൽക്കാരം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവിടെ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലോ, നമ്മളിപ്പോൾ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യുക. ഇവിടെ ഉള്ളതല്ല നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 80-20 റൂൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തിലെ 80% എടുത്തു കഴിഞ്ഞാൽ ഒരു 23-24 ദിവസം, ഇപ്പോൾ ഒരു ഡേ വെച്ചാണ് നമ്മൾ നോക്കുക, എന്നാലും ഒരു മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 23-24 ദിവസം നമ്മൾ ഹെൽത്തി കഴിച്ചിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട്, ഒരു 5-6 ദിവസം അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫാമിലി ഇവൻ്റ് എന്തായാലും മാസത്തിൽ എന്ത് ചെയ്യണം? 5-6-7 ഒന്നും വരില്ലല്ലോ, 1-2 വരുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം, ബാക്കിയുള്ള ദിവസമൊക്കെ ഹെൽത്തിയാണ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം ഇറ്റ് ഈസ് ഓക്കെ, ഗിൽട്ട് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉള്ള ഫുഡ് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, വല്ലാത്ത രീതിയിൽ ഈ ജിലേബി, ഐസ്ക്രീംസ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും പോകാതെ നോക്കുക. ഇനി ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതുവരെ ചെയ്യാതെ വർക്കൗട്ടൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, വർക്കൗട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് ഡിസിപ്ലിനൊക്കെ വേണ്ടി വരും, എന്നെ പിടിച്ച് ഫോഴ്സ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. അതൊരു മിസ്കൺസെപ്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഏകദേശം അല്ലെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം നമുക്കൊരു കൺസിസ്റ്റൻറ്റ് ടൈമിംഗ് ഉണ്ട് ജിമ്മിലേക്ക് പോകാനെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെ നമ്മൾ വർക്കൗട്ട് ടൈമാണ്. ആ ടൈമിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറ്റുന്നു, നമ്മൾ ജിമ്മിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു റൂട്ടീൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡിസിപ്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പെർഫോം ചെയ്യും. ഇനി സപ്ലിമെൻസിൻ്റെ കേസ്, സപ്ലിമെൻറ്റ്സ് നെസസറി ആണോ? ബോഡി ഉണ്ടാക്കണം, ഈ ബോഡി ഉണ്ടാക്കുന്ന ആൾക്കാർ നല്ല ബോഡി ബിൽഡ് ചെയ്യണത്, ഇപ്പോൾ എൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ പോലും സപ്ലിമെൻറ്റ്സ് അത്യാവശ്യമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. സപ്ലിമെൻറ്റ്സ് നെസസറി അല്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കേക്കിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡാണ്, അത് ട്രെയിനിങ് ആണ്. അതിൻ്റെ ക്രീം എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്ലീപ്പ്, ന്യൂട്രീഷനാണ്. ഈ ഫുഡും അതുപോലെ തന്നെ ഇതും, ട്രെയിനിങ്ങും സ്ലീപ്പും റെഡി ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം നല്ല ബോഡി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സപ്ലിമെൻറ്റ്സ് പറയുന്നത് നമുക്ക് കിട്ടാത്ത സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ക്രിയാറ്റിൻ്റെ കേസ് പറയാം. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 കിലോ മീറ്റൊക്കെ കഴിച്ചാൽ, ബീഫൊക്കെ കഴിച്ചാലായിരിക്കും നമുക്ക് ബോഡിക്ക് വേണ്ടത്ര 5 ഗ്രാം ക്രിയാറ്റിനൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് അത്രയും മീറ്റ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അധികം ആൾക്കാർക്കും പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബോഡിൻ്റെ ആണെങ്കിലും ഫംഗ്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമുക്ക് മര്യാദക്ക് കിട്ടിയില്ല. നമുക്ക് ഒരു ദിവസം 120 ഗ്രാമൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഒരു 100 കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 80-90 കിട്ടണുള്ളൂ എന്നുണ്ടെങ്കിൽ, ഫുഡ് നമുക്ക് അത്ര ഫുഡ് കഴിക്കാൻ പറ്റണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ എടുക്കാം. ഒരു സ്കൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 25 ഗ്രാം ടു 30 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫിഷിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിഷ് കഴിക്കണതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ഒന്നും നമുക്ക് മര്യാദ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്? ബ്രെയിൻ ഫംഗ്ഷൻസിന് കാര്യങ്ങളൊക്കെ, മെമ്മറിൻ്റെ കേസിൽ ഇങ്ങനത്തിലൊക്കെ. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാബ്ലറ്റ്സ് കഴിക്കാണ്ട് ഫിഷ് ഓയിൽ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊളാജൻ സപ്ലിമെൻറ്റ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ കൊളാജൻ നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത് എന്നാ? ഈ ബോൺസിന്നും കാർട്ടിലേജ് ഒക്കെ ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് ടൈപ്പ് ബോണൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോഴും ബീഫ് വാങ്ങുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം കൊളാജൻ കിട്ടുക. അത് നമുക്ക് ചിലപ്പോൾ സ്ഥിരം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ ബോൺ ബ്രോത്ത്, ഇപ്പോൾ ബീഫിൻ്റെ എല്ലാം കൂടുന്നതാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയാണ്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ ആ സാധനം ഒന്നും ഇപ്പോൾ എല്ലാവർക്കും സ്ഥിരം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് കൊളാജൻ സപ്ലിമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ സപ്ലിമെൻറ്റ്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ, ട്രെയിനിങ്ങും ന്യൂട്രീഷനും സ്ലീപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് എൻഹാൻസ് ചെയ്യണം, നമ്മളെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഈ സപ്ലിമെൻറ്റ്സ് ആണ് തന്നെ നമുക്കൊരു ബിഗിനറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, ഫിഷ് ഓയിൽ, മൾട്ടി വൈറ്റമിൻ, അതുപോലെ തന്നെ കൊളാജൻ. വേറെയും കുറേ സംഭവങ്ങളുണ്ടാവും, പെപ്റ്റൈഡ്സും മറ്റു സാധനങ്ങളും, ഓരോ GLP-3 അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ പിന്നെ ഭയങ്കര രീതിയിൽ എക്സ്ട്രീം ലെവലിലേക്ക് ഒരു 3-4 വർഷമൊക്കെ ട്രെയിൻ ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് അതിൻ്റെ ശേഷം ചിന്തിച്ചാൽ മതി. ഈ ഒരു ബേസിക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ എടുക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമ്മൾ കവറായി. ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ട് എന്ത്, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ചോദിക്കലുണ്ടാവും, നിങ്ങൾ കാണുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഇങ്ങനത്തെ അത്രയും അടിപൊളി ഒരു ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാം. പിന്നെ കേസിൽ പോട്ടെ, എൻ്റെ ഒരു ആവറേജ് വേണമെങ്കിൽ നമുക്ക് പറയാം, നല്ലൊരു അടിപൊളി ബോഡി ഫിസിക്കൊക്കെ നിങ്ങൾ ജിമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനത്തെ ബോഡി ബിൽഡ് ചെയ്യാന്നൊക്കെ ഒരു ഡൗട്ട് വരുന്നുണ്ടാവും ഒറ്റയടിക്ക്. അപ്പോൾ നമ്മളൊരു മൈൻഡിൽ വരുന്ന മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചിന്ത വരിക, ഓൻ വലിയ സപ്ലിമെൻറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഓൻ്റെ വർക്കൗട്ടിന് എന്തോ പ്രത്യേകത ഉണ്ട് എന്നൊക്കെ കാരണം. ശരിയാണ്, ജെനറ്റിക്സിന് നല്ല റോളുണ്ട് ഈ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ്റെ കേസിൽ. അതേപോലെ തന്നെ ചില മസിലുകൾ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്ന കേസിൽ, എത്രത്തോളം ഫാസ്റ്റായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, എത്ര ഫാസ്റ്റായിട്ട് റിക്കവർ ആവണോ, അതിൻ്റെയൊക്കെ കേസിൽ ജെനറ്റിക്സിന് നല്ല രീതിയിൽ റോളുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അതേസമയം അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ആ ചെങ്ങനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ ചിലപ്പോൾ 2 കൊല്ലോ 3 കൊല്ലോ ചിലപ്പോൾ 5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ 1 മാസം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളവിടെ കാണാതെ പോകുന്ന ആ ഒരു എലമെൻ്റാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്, ആ ഒരു ഡ്യൂറേഷൻ.
അപ്പോൾ അതാണ് പല ആൾക്കാർക്കും പറ്റാത്തത്. കാരണം വർക്കൗട്ടിൻ്റെ കേസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായത് തന്നെ ഒരാൾക്ക് ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളായി, മസിൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളായി. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അറിവ് കിട്ടാത്ത പ്രശ്നമല്ല, ഇത് കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഷങ്ങൾ ഫോളോ ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല. ആക്ച്വലി നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. നല്ല രീതിയിൽ ജിമ്മിൽ പോയി പുഷ് ചെയ്താണ്ട് വർഷങ്ങളോളം പുഷ് ചെയ്യുക, അപ്പോൾ നല്ല രീതിയിലുള്ള ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫിറ്റ്നസിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ വർക്കൗട്ടുകളും കാണിച്ച് ട്യൂട്ടോറിയലായിട്ട് കാണിച്ച്, അതുപോലെ ഡയറ്റിനെ കുറിച്ചും സ്ലീപ്പിനെ കുറിച്ചും ഇങ്ങനത്തെ ഫുഡിനെ കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഏകദേശം 10 വീഡിയോൻ്റെ മോൾക്കുണ്ട് ഉള്ള ഒരു കോഴ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.